അവിടുത്തെ ലൈഫ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അതാർക്കും അറിയത്തില്ലടാ, അത് അവർക്കും താല്പര്യമില്ല അതിനെപ്പറ്റി പറയാൻ. 1 മാസം പോലും ആ ലൈഫ് നിന്നില്ല. അതിനുശേഷം ഒത്തിരി കുത്തുവാക്കും പഴികളും എല്ലാം കേട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് ഏവിയേഷന് ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൂചേട്ടൻ്റെ മോനും വന്നത്. അവരെ ഞാൻ പൊന്നുപോലെ നോക്കിയത് സൂചേട്ടൻ മോനെ. ഒട്ടനവധി ചാനലുകാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവിടെയും ഇവിടെയും തൊടാതെ അവ്യക്തമായ മറുപടികൾ മാത്രം നൽകി സോഷ്യൽ മീഡിയയിൽ ഒറ്റ വിഷയത്തെക്കുറിച്ച് ദിനരാത്രങ്ങളോളം ചർച്ച ചെയ്ത് അങ്ങനെ വലിയ തരംഗമായി മാറിയ രേണുസുതി ബിഗ് ബോസിനുള്ളിൽ വെച്ച് സമ്മതിച്ചിരിക്കുന്നു ആദ്യം തനിക്കൊരു വിവാഹബന്ധമുണ്ടായി, അത് പക്ഷേ അധിക ദിവസങ്ങൾ നീണ്ടു നിന്നില്ല എന്ന്. ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ശാരിക, ശൈത്യ, രണ, ഫാത്തിമ തുടങ്ങിയവർക്കൊപ്പം ഇരുന്നു കൊണ്ടുള്ള സംസാരത്തിൽ രേണുസുതി വല്ലാതെ ഇമോഷണൽ ആകുന്നുണ്ട്. സുതിയുടെ ഓർമ്മകളൊക്കെ താൻ അവിടെ പങ്കുവെക്കുകയാണ്. സുതി മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപുണ്ടായ സംഭവങ്ങൾ, കിച്ചുവിനെ താൻ സ്വന്തം അമ്മയായിട്ട് നോക്കിയത്, കിച്ചുവിന്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഋതപ്പനെ കുറിച്ച് ചിന്തിച്ചത്, ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു കുട്ടി ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു, അവന് സ്വന്തം അമ്മയായി തന്നെയാണ് ഞാൻ നിന്നത്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പറയുകയും വളരെയധികം സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യ വിവാഹത്തെക്കുറിച്ച് ബിഗ് ബോസിനകത്ത് വന്ന് ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയമുണ്ട്. രേണുസുതി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. നിയമപരമായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് സുതിച്ചേട്ടൻ മാത്രമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് സ്വദേശത്തുള്ള ആൾക്കാർ ബിനു എന്ന ഒരു പാസ്റ്ററുമായി താൻ ആദ്യം ഒരു വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി വന്നത്. രേണുസുതി അതിനെ നിഷേധിച്ചു. തുടർന്ന് ആ ഒരൊറ്റ വിഷയത്തെ ചുറ്റിപ്പറ്റി അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ പല ചാനലുകൾ മാറിയും കയറിയും രേണുസുതിയെ ഇന്റർവ്യൂ ചെയ്തു. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള മറുപടി അവർ പറഞ്ഞിരുന്നില്ല. രേണുവിനെ വല്ലാതെ വട്ടം കറക്കിയ ഒരു ഇന്റർവ്യൂവറാണ് റോഷൻ. അദ്ദേഹം യെസ് ഓർ നോ പറയാൻ പറഞ്ഞിട്ട് പോലും കൃത്യമായിട്ട് ഒരു ആൻസർ രേണു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോഴിതാ ബിഗ് ബോസിനുള്ളിൽ വെച്ച് താൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ആ ബന്ധം 1 മാസം പോലും നിലനിന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്കും അവർക്കും താല്പര്യമില്ല. എന്തിനാണ് ഇപ്പോഴിങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്? അന്ന് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാതിരുന്നത്? ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ആരെങ്കിലും കുത്തി ചോദിച്ചത് പറയിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല, താൻ വിളിച്ചു പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് ലോകത്തിന്റെ മുൻപിൽ വാർത്താ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായി മാറി. മാക്സിമം സോഷ്യൽ മീഡിയയിൽ കൂടി വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഒരു കള്ളത്തിന് മുകളിൽ വീണ്ടും കള്ളങ്ങൾ പറയുക, അങ്ങനെയാണ് സമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇവർ പിടിച്ചു പറ്റിയത്. ഒടുവിൽ ആ ശ്രദ്ധ പിടിച്ചു പറ്റൽ ഇപ്പോൾ ബിഗ് ബോസിൽ വരെയോളം അവരെ കൊണ്ടുവന്നെത്തിച്ചു. ഈ ഒരു ആദ്യ വിവാഹ വിഷയത്തെക്കുറിച്ച് എത്രയെത്ര ചാനലുകളാണ് എടുത്തെടുത്ത് ചോദിച്ചത്. ആ സമയത്തൊന്നും കൃത്യമായിട്ട് അവർ മറുപടി പറഞ്ഞില്ല. അന്ന് ഈ ചാനൽ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും പറഞ്ഞു രേണുസുതി കള്ളമാണ് പറയുന്നത്, അവർക്ക് അങ്ങനെ ഒരു വിവാഹബന്ധം ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അതിനെ അവർ നിരന്തരം എതിർത്തുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇപ്പോൾ രേണുസുതി പറഞ്ഞത് കള്ളമാണോ സത്യമാണോ? രേണുസുതി ഇപ്പോൾ പറഞ്ഞ ഈ സത്യം തെളിവടക്കം നമ്മൾ സമൂഹത്തിൽ പലയാവർത്തി വിളിച്ചു പറഞ്ഞതാണ്. അപ്പോഴെല്ലാം എനിക്കറിയില്ല, നാട്ടുകാരങ്ങനെ പലതും പറയും, എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ആ പാസ്റ്റിൽ പലതും സംഭവിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് അതൊക്കെ നിങ്ങളോട് പറയുന്നത്, എന്നെ കല്യാണം കഴിച്ചത്, നിയമപരമായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അത് സുതിച്ചേട്ടൻ മാത്രമാണ്. എന്തൊരു ബഹളമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു വാർത്ത കത്തിക്കേറിയതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് പോലും സത്യം തുറന്നു പറയാൻ താൻ തയ്യാറായില്ല. ആ സമയത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര കുഴപ്പം? അത് പല ഇന്റർവ്യൂക്കാരും എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിവാഹ ബന്ധത്തിൽ പ്രവേശിച്ചു, അതിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, അത് വേണ്ട എന്ന് വെച്ചു. രണ്ടാമത് മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു, അതൊന്നും ഈ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമല്ല. എത്രയോ ആൾക്കാർ ഡിവോഴ്സ് ആകുന്നു, വീണ്ടും വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്നു പറ. ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ പോരെ. അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നയാൾ അന്ന് കള്ളമാണോ പറഞ്ഞത് അതോ സത്യമായിരുന്നോ? ഇപ്പോൾ ബിഗ് ബോസിനകത്ത് അവർ പറയുന്നത് കള്ളമാണോ സത്യമാണോ? അവർ പറയുന്നു അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ 1 മാസം പോലും അതിന് ആയുസ്സുണ്ടായിരുന്നില്ല എന്ന്. ഇതിപ്പോൾ ആരും ചോദിക്കാതെ സ്വമേധയാ പറയുകയാണ്. എന്നാൽ നാട്ടുകാർ മുഴുവൻ ചോദിച്ചിട്ട് ആ സത്യം അവർ പുറത്തു വെച്ച് പറയാൻ തയ്യാറായില്ല. ബിഗ് ബോസിനുള്ളിൽ കയറിയിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇതിന്റെ പിൻപിലെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ്? ഈ വിവാഹം മാത്രമല്ല, ഒട്ടനവധി കള്ളങ്ങൾ പിന്നെയും അവർ പറഞ്ഞുകൊണ്ടായിരുന്നു. അതിൽ അവസാന സമയത്ത് വലിയ വാർത്തയായ ഒരു വിഷയമായിരുന്നു ഏവിയേഷൻ പഠിച്ചതിന് ശേഷം എയർ ഇന്ത്യയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും ബാംഗ്ലൂരിലും ഒക്കെ ജോലി നോക്കി എന്ന് പറഞ്ഞത്. അതും കള്ളമാണ് എന്ന് സോഷ്യൽ മീഡിയ തന്നെ തെളിയിച്ച് കയ്യിൽ കൊടുത്തു. പക്ഷേ അതിനൊന്നും തിരിച്ചു മറുപടി പറയുവാൻ രേണുസുതി പിന്നെ തയ്യാറായില്ല. ഓരോരോ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കപ്പെട്ടു. ഇന്നലെ ബിഗ് ബോസിനുള്ളിൽ വെച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടക്കുമ്പോൾ രേണു തന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഏവിയേഷൻ കോഴ്സ് പൂർത്തിയാക്കിയില്ല. ഏവിയേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എയർ ഇന്ത്യയിൽ ജോലി ചെയ്തത്?
കൊച്ചിയിലും ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തുമുള്ള എയർപോർട്ടുകളിൽ താൻ എങ്ങനെയാണ് ജോലി ചെയ്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു ചോദിക്കുമ്പോൾ പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടാണ്. ആ പാവം പിടിച്ച വിധവയെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ എന്ത് കള്ളം വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ, ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ കള്ളം പറയുന്നത്. അത് അങ്ങ് സമ്മതിച്ചാൽ പോരെ. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു, അത് തെറ്റായിരുന്നു എന്നങ്ങ് സമ്മതിച്ചാൽ പോരെ. ഞാൻ കള്ളമല്ല പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് വാദിക്കുകയാണ്. തെളിവുകളെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ നിരത്തിയിട്ടിട്ടും ഈ തെളിവ് നിരത്തുന്നവരെ തെറി പറയുന്നു. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ദേ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് കയറി ഓരോന്നോരോന്നായി തിരുത്തി പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ വിളിച്ചു പറഞ്ഞതായിരുന്നു സത്യം എന്ന് രേണുസുതി ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ക്യാരക്ടറിനെയാണ്. രേണുസുതി ജീവിക്കുവാൻ വേണ്ടി കോലം കെട്ടുകയാണ്. അവർ വിധവയായ ഒരു സ്ത്രീയാണ്. സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാരാബ്ദം രേണുവിന്റെ തോളിൽ വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വീഡിയോകൾ അവർ ചെയ്യുന്നു. ജീവിക്കുവാൻ വേണ്ടി അവർ കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. ജീവിക്കട്ടെ, അവർ നല്ല രീതിയിൽ ജീവിച്ച് മുൻപോട്ട് വരട്ടെ. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയായി അവർ വളരട്ടെ. അവരുടെ കഴിവുകളൊക്കെ അവർക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ. അതുമാത്രവുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ടൈറ്റിൽ വിന്നർ ആകുവാനുള്ള സാധ്യത അവരുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ്. അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ. ഒടുവിൽ അവർ ടൈറ്റിൽ വിന്നറായി പുറത്തിറങ്ങട്ടെ. അതിലൊക്കെ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ തെറ്റായ കാര്യങ്ങൾ അത് ശരിയായിരുന്നു എന്ന് പറയുകയും സമൂഹം ഒന്നടങ്കം വിളിച്ചു പറയുന്ന ശരികളെ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഞാൻ തന്നെയാണ് ശരി എന്ന് പിന്നെയും കള്ളത്തരത്തിൽ കൂടി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം അത് അങ്ങനെയല്ല എന്ന് നമ്മൾ പല ആവർത്തി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുവാൻ വേണ്ടി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജീവിക്കട്ടെ. ജീവിക്കാനാണ് ഈ പല കോലങ്ങളും അവർ കെട്ടുന്നത്. ജീവിക്കുവാൻ ജീവൻ മാത്രം പോരാ, ജീവിക്കണമെങ്കിൽ പണവും ഉണ്ടാവണം. പണമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ജീവിതം ജീവിതമായി മാറുകയുള്ളൂ. ആമാശയത്തിന്റെ പശി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് വിശപ്പ്. ആ പശി മാറ്റണമെന്നുണ്ടെങ്കിൽ പൈസ നമ്മുടെ കയ്യിലുണ്ടാകണം. പക്ഷേ അങ്ങനെ പണം സമ്പാദിക്കുവാൻ വേണ്ടി ഏതു മാർഗവും അവലംബിക്കാം എന്ന് പറയുന്ന ആൾക്കാരോട് യോജിച്ചു പോകുവാൻ പറ്റില്ല എന്ന് മാത്രമേ മറുപടിയായി പറയുവാൻ കഴിയുകയുള്ളൂ. പണം നിങ്ങളുടെ ജീവിതത്തെ ഒരുപക്ഷെ ആഡംബരപൂർണ്ണമാക്കി മാറ്റും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും അർത്ഥപൂർണ്ണമാക്കി മാറ്റാൻ പണത്തിന് പറ്റില്ല. അങ്ങനെ അർത്ഥപൂർണമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ ചില മൂല്യങ്ങളൊക്കെ ഉണ്ടാവണം. ആ മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന ആൾക്കാരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കള്ളങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞു വിട്ടിട്ട് ഒരർത്ഥവും ഒരു മൂല്യവുമില്ലാത്ത ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിട്ട് ഏറ്റവും വലിയ മൂല്യമുള്ളതാണ് എൻ്റെ ജീവിതം എന്ന് തുറന്നു പറയുവാൻ കാണിക്കുന്ന ആ തൊലിക്കെട്ടിയുണ്ടല്ലോ, അത് കാണുമ്പോൾ മറുപടി പറയാതിരിക്കുവാൻ കഴിയില്ല. പിന്നെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കൂട്ടം ആരാധക വൃന്ദങ്ങളുണ്ട്. കുയിലിന്റെ കൂവൽ കേട്ടാൽ കുറുക്കന്റെ കൂകലാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പിടി വിഡ്ഢി കുശുമാണ്ടങ്ങൾ. അവരോടല്ല ഞാനിത് പറയുന്നത്. മേലാലും അവരോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. പതിര് അത് അല്പകാലം തല ഉയർത്തി നിന്നാലും ഒടുക്കം ധാന്യമണികൾ മാത്രമേ അവിടെ അവശേഷിക്കൂ, അല്ലെങ്കിൽ അവശേഷിപ്പിക്കൂ. അതാണ് പ്രകൃതിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് രേണുസുതി തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തെ അത് ഏറ്റവും മൂല്യമുള്ളതായി കണ്ടുകൊണ്ട് മാക്സിമം അതിനകത്ത് വന്നുകൊണ്ട് നല്ല ഗെയിം സ്ട്രാറ്റജികൾ പുറത്തു കൊണ്ടുവന്ന് ഗെയിം കളിക്കുക, വിന്നറാവുക. അത് കാണാൻ വേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം സംജാതമായാൽ ഇപ്പോൾ ഈ വിമർശിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ നിങ്ങളെ പ്രശംസിക്കുകയും നിങ്ങളെ ഉയർത്തി സംസാരിക്കുകയും ചെയ്യും. എന്തായാലും ഇത്രയും ഇപ്പോൾ പറയേണ്ടി വന്നത് കഴിഞ്ഞ നാളുകളിൽ കട്ടായം എതിർത്തുകൊണ്ടിരുന്നൊരു കാര്യം ആരുടെയും പരപ്രേരണ കൂടാതെ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് സത്യമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് രേണുസുതി മാക്സിമം ഇത്തരത്തിലുള്ള സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാതെ നല്ല ഒരു ഗെയിമറായിട്ട് മുന്നേറാൻ ശ്രമിക്കട്ടെ. അല്ലാതെ തന്റെ ഭൂതകാലം പിന്നെയും കൊണ്ടുവന്ന് വർത്തമാനകാലത്തിൽ കലർത്തി ഭാവി ദുരിതത്തിലാക്കരുത്. അത് വലിയ ബുദ്ധിമുട്ടായി മാറും. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.